ശ്രീ ശങ്കുട്ടിദാസ്, അമേരിക്കയുടെ തന്നെ പ്രപ്പോസൽ ചർച്ച ചെയ്യാനായി ഒരു ചർച്ചാ സംഘം ഖത്തറിലെത്തിയിരിക്കെ ആ ചർച്ചാ സംഘം താമസിക്കുന്ന റെസിഡൻഷ്യൽ കോംപ്ലക്സിലേക്ക് പ്രിസൈസ് ആയിട്ട് ആക്രമണം നടത്തി അവരെ എലിമിനേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ചർച്ചയ്ക്ക് വിളിക്കുന്ന ചർച്ചാ സംവിധാനത്തിൽ പങ്കാളികളാകേണ്ടവരെ കൊന്നുകളഞ്ഞുകൊണ്ട് എന്തു ചർച്ച എന്നുള്ളത് ഒരു ആഗോള നീതിയുടെ തന്നെ പ്രശ്നമാണല്ലോ. ഇവിടെ ഖത്തർ സൂചിപ്പിക്കുന്നത് എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ലംഘനമാണ്. നേരത്തെ ശ്രീ പി ജെ വിൻസെന്റ് പറഞ്ഞതുപോലെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിന്റെ അതിർത്തിക്കകത്ത് ചെന്ന് ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ യുദ്ധക്കുറ്റകൃത്യമാവുകയും ചെയ്യും. ഈ സംഘർഷത്തിന്റെ ആകെ ഭൂമിക മാറുകയാണോ? കൂടുതൽ വിപുലപ്പെടുകയാണ്, സമാധാനത്തിന് പകരം കൂടുതൽ സംഘർഷഭരിതമാവുകയാണ് പശ്ചിമേഷ്യ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അനുമാനിക്കേണ്ടത്. ഈ നടപടിയെ ഷൂട്ടിംഗ് ദ മെസ്സഞ്ചർ എന്നാണല്ലോ വിളിക്കേണ്ടത്. ദൂതനെ വെടിവെക്കുന്നത് പോലെ ഒരു മധ്യസ്ഥ ശ്രമം നടക്കുന്ന സമയത്ത് ആ മധ്യസ്ഥ ചർച്ചയിൽ ഇടപെടുന്ന ആളുകളുടെ കൂടി അറിവോടുകൂടി ആ മധ്യസ്ഥം നടക്കാനിരിക്കുന്ന സ്ഥലത്തേക്ക് എയർ സ്ട്രൈക്ക് നടത്തുക, അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഈ പറയുന്ന നെഗോസിയേറ്റേഴ്സിനെ തന്നെ വധിക്കാൻ ശ്രമിക്കുക, ടാർഗറ്റഡ് സ്ട്രൈക്ക് നടത്തുക എന്ന് പറയുമ്പോൾ മധ്യസ്ഥത്തിന് താല്പര്യമില്ല. ഇത് സംഘർഷത്തിലൂടെ തന്നെ തീർക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നുള്ള വളരെ ക്ലിയർ ആയിട്ടൊരു മെസ്സേജാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ആണെങ്കിലും ഇറാഖ് ആണെങ്കിലും വളരെ നല്ല സൗഹൃദമുള്ള രാഷ്ട്രങ്ങളാണ്. ഈ കാര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ് തുടർച്ചയായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നൊരു നിലപാട് 2025 മുതൽ ഈ പറയുന്ന ഇറാൻ ഇസ്രായേൽ സ്ട്രൈക്ക് നടന്നപ്പോൾ തന്നെ അബ്സല്യൂട്ട് നോൺ പാർഷ്യാലിറ്റി എന്നുള്ളതാണ്. ഇക്കാര്യങ്ങളിൽ രണ്ടു കൂട്ടർക്കും ഇടയിൽ നിന്നുകൊണ്ട് മധ്യസ്ഥത്തിനും രമ്യമായിട്ടുള്ള പരിഹാരത്തിനും വേണ്ടി ശ്രമിക്കുക, സംഘർഷങ്ങൾക്ക് അയവ് വരുത്തുക, ഒരു നിലയിലും കൂടുതൽ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇറാഖുമായി നമുക്ക് വലിയ ചരിത്രപരമായി മാത്രമല്ല വലിയ നിലയിലുള്ള വ്യാപാര ബന്ധം പോലും ഉള്ളതാണ്. ഇറാഖിൻ്റെ അമീർ ഈ വർഷം ഫെബ്രുവരിയിലാണ് ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ളത്. നമ്മൾ അവരുമായിട്ടൊരു FTA അഗ്രിമെൻറ്റ്, ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് ഒപ്പിടുന്നതിൻ്റെ അവസാന പടവിൽ നിൽക്കുകയാണ്. 2020 ഡിസംബറോടുകൂടി അത് ഒപ്പിടും. ഒക്ടോബർ 6-ന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ദോഹയിലേക്ക് പോകാനിരിക്കുകയാണ്. ആമീറിൻ്റെ ക്ഷണപ്രകാരം നരേന്ദ്രമോദി ദോഹയിലേക്ക് പോകാനിരിക്കുകയാണ്. അവിടെ വെച്ചൊരു കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് അഗ്രിമെൻറ്റ്, CEPA അഗ്രിമെൻറ്റ് ഇന്ത്യയും ഖത്തറും തമ്മിൽ ഒപ്പുവെക്കാനിരിക്കുകയാണ്. ഇന്ത്യയും ഖത്തറും തമ്മിൽ ഏറ്റവും നല്ല സൗഹൃദത്തിൻ്റെ ഒരു സമയത്ത് നിൽക്കുന്ന സമയമാണിത്. സ്വാഭാവികമായി തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയുള്ള കാര്യമാണ്. മാത്രമല്ല ഇന്ത്യയുടെ 8 ലക്ഷം ഇന്ത്യൻ പൗരന്മാർ വസിക്കുന്ന സ്ഥലമാണ് ഈ ഖത്തർ എന്ന് പറയുന്നത്. അതിൽ തന്നെ 70% മലയാളികളാണ്. മൊത്തം ഖത്തറിലുള്ള ഇന്ത്യൻ ജനസമൂഹത്തിലെ 6 ലക്ഷം പേരും മലയാളികളാണ്. അവരും വസിക്കുന്ന സ്ഥലമാണ് ഖത്തറിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ദോഹ എന്ന് പറയുന്ന പ്രദേശം. അപ്പോൾ അവിടെ നടന്നിട്ടുള്ള ഒരു എയർ സ്ട്രൈക്ക് എങ്ങനെയാണ് അവിടുത്തെ സിവിലിയൻ പോപ്പുലേഷനെ ബാധിച്ചിട്ടുള്ളത് എന്നുള്ളതെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള സമയങ്ങളിൽ അറിയേണ്ടതാണ്. ഇവിടെ എനിക്ക് ഈ കാര്യത്തിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ തലത്തിലോ അല്ലെങ്കിൽ പാർട്ടിയുടെ തലത്തിലോ ഒരു പ്രതികരണം നടത്താനുള്ള പ്രയാസം നമ്മൾ ഈ ചർച്ചയിൽ കയറുന്നതിൻ്റെ തൊട്ട് മുൻപാണ്. 7:30 ചർച്ചയിൽ നേപ്പാൾ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച എന്ന ധാരണയിൽ നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കാൻ കയറുന്നതിൻ്റെ തൊട്ട് മുൻപാണ് ഇറാഖിലുള്ള ഇസ്രായേലിൻ്റെ എയർ സ്ട്രൈക്ക് നടത്തുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് BJP ഒരു ഒഫീഷ്യലായിട്ടുള്ള പൊസിഷൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു നിലപാട് ഇതുവരെയായിട്ടും പ്രഖ്യാപിച്ചിട്ടില്ല. ആ നിലയിൽ എനിക്കൊരു ഇൻസ്ട്രക്ഷൻ ഇല്ല ഈ കാര്യത്തിൽ എന്താണ് ഒരു സ്റ്റാൻഡായിട്ട് പറയേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ അക്കാര്യത്തിൽ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം പറയാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ. ഏതായാലും ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് എന്നത് മാത്രമാണ് എൻ്റെ പരിമിതമായ പ്രതികരണം. തീർച്ചയായിട്ടും.